ഇറാന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയ ഒരു US വ്യോമസേനാ ഉദ്യോഗസ്ഥനെ അതിസാഹസികമായ നീക്കത്തിലൂടെ അമേരിക്കൻ കമാൻഡോകൾ രക്ഷപ്പെടുത്തി. പർവ്വത മേഖലയിൽ നടന്ന ഈ ഓപ്പറേഷനിൽ അമേരിക്കൻ സൈന്യവും ഇറാന്റെ സൈന്യവും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി. ദൗത്യത്തിനിടെ തകരാറിലായ 2 അമേരിക്കൻ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇറാന്റെ കയ്യിൽ പെടാതിരിക്കാൻ അമേരിക്ക തന്നെ ബോംബിട്ട് നശിപ്പിച്ചു. 24 മണിക്കൂറിലധികം ഇറാനിലെ സാഗ്രോസ് പർവ്വതനിരകളിലെ ഒരു ഇടുങ്ങിയ പാറയിടുക്കിൽ ആണ് അദ്ദേഹം ഒളിച്ചിരുന്നത്. തെക്കുപടിഞ്ഞാറൻ ഇറാനിലെ ജനവാസമില്ലാത്തതും അതീവ ദുർഘടവുമായ പർവ്വത മേഖലയിലായിരുന്നു അദ്ദേഹം കുടുങ്ങിയത്. 24 മണിക്കൂറിലധികം നേരം ഇറാനിയൻ സൈന്യത്തിന്റെയും പ്രാദേശിക സായുധ സംഘങ്ങളുടെയും കണ്ണുവെട്ടിച്ച് അദ്ദേഹം അവിടെ കഴിഞ്ഞു. തണുപ്പിനെ പ്രതിരോധിക്കാനും ശത്രുക്കൾ കണ്ടെത്തുന്നത് ഒഴിവാക്കാനും തന്റെ പക്കലുള്ള പ്രത്യേക സർവൈവൽ കിറ്റുകൾ ഉപയോഗിച്ചു. ഒളിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ഒടുവിൽ എമർജൻസി ബീക്കൺ ഓൺ ചെയ്തതിലൂടെയാണ് സൈന്യത്തിന് ഇദ്ദേഹത്തെ കണ്ടെത്താനായത്. അമേരിക്കൻ ചാരസംഘടനയായ CIA ഒരു വശത്ത് ഇറാൻ സൈന്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ സിഗ്നലുകൾ നൽകിക്കൊണ്ടിരുന്നപ്പോൾ മറുവശത്ത് പ്രത്യേക ട്രാക്കിംഗ് സംവിധാനത്തിലൂടെ ഉദ്യോഗസ്ഥന്റെ കൃത്യമായ സ്ഥാനം സൈന്യം കണ്ടെത്തുകയായിരുന്നു. രക്ഷാദൗത്യം നടക്കുന്ന സമയത്ത് മറ്റു ചില ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തി ഇറാൻ സൈന്യത്തിന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു. ഇത് കമാൻഡോകൾക്ക് പർവ്വത മേഖലയിൽ സുരക്ഷിതമായി ഇറങ്ങാൻ അവസരമൊരുക്കി. ഇറാൻ സൈന്യത്തിന്റെ റഡാർ സംവിധാനങ്ങളിലും നിരീക്ഷണ ഡ്രോണുകളിലും താൽക്കാലികമായി തടസ്സങ്ങൾ സൃഷ്ടിച്ച് അമേരിക്കൻ വിമാനങ്ങളുടെ സാന്നിധ്യം മറച്ചുവെച്ചു. ഈ തന്ത്രങ്ങൾ വഴി ഇറാൻ സൈന്യം തെറ്റായ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ US സ്പെഷ്യൽ ഫോഴ്സ് കൃത്യമായ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥനെ ഹെലികോപ്റ്ററിൽ കയറ്റിക്കൊണ്ടുപോകുകയായിരുന്നു. ഇദ്ദേഹത്തിന് ഗുരുതരമല്ലാത്ത പരിക്കുകളുണ്ട്. രക്ഷപ്പെടുത്തിയ സൈനികനെ നിലവിൽ കുവൈറ്റിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇറാൻ 48 മണിക്കൂറിനുള്ളിൽ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാൻ ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇന്നത്തെ ദിവസം ഇറാനിലേക്ക് നടന്ന ആക്രമണങ്ങൾ നോക്കാം. തെക്കുപടിഞ്ഞാറൻ ഇറാനിലെ മാഷഹറിലുള്ള ഏറ്റവും വലിയ പെട്രോ കെമിക്കൽ വ്യവസായ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതിനെ തുടർന്ന് 5 പേർ കൊല്ലപ്പെടുകയും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇറാന്റെ സൈനിക നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഇറാൻ സൈനിക തലവന്മാരെ വധിച്ചതായി പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ ബുഷേഹർ ആണവ നിലയത്തിന് സമീപം നടന്ന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ആണവ നിലയത്തിന് സമീപം നടന്ന ഈ ആക്രമണം വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. റിയാക്ടറുകൾക്ക് നേരിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ലെങ്കിലും എയറിൽ റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിന് സാധ്യതയുണ്ടെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ചി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബുഷേഹർ ആണവ നിലയത്തിൽ നിന്ന് റഷ്യൻ ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കുന്നത് തുടരുകയാണ്. റഷ്യയുടെ ഔദ്യോഗിക ആണവ ഏജൻസിയായ റോസറ്റം ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ശനിയാഴ്ച മാത്രം 198 റഷ്യൻ ഉദ്യോഗസ്ഥരെ നിലയത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നിലവിൽ 100ഓളം റഷ്യൻ ഉദ്യോഗസ്ഥർ മാത്രമാണ് പ്ലാന്റിൽ ബാക്കിയുള്ളത്. ഇവർ വരും ദിവസങ്ങളിൽ മടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ദിവസം GCC കൺട്രീസിന് നേരെയുണ്ടായിട്ടുള്ള ആക്രമണങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ആദ്യമായി കുവൈറ്റിലെ പ്രധാന പെട്രോളിയം ആസ്ഥാനത്തും വൈദ്യുതി ജലശുദ്ധീകരണ പ്ലാന്റുകളിലും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. വലിയ തോതിലുള്ള തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിലെ ബാപ്കോ ഓയിൽ സ്റ്റോറേജ് ടാങ്കിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നു. നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. ബഹ്റൈനിലെ തന്നെ പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിന് നേരെയും ആക്രമണമുണ്ടായി. അവിടെയും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. അബുദാബിയിലെ ബൊറൂഷ് പെട്രോ കെമിക്കൽ ഫാക്ടറിക്ക് സമീപം മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തമുണ്ടായി. UAE പ്രതിരോധ സേന നിരവധി മിസൈലുകളും ഡ്രോണുകളും തകർത്തു. ഇറാന്റെ സൈനിക വക്താവ് നൽകിയ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള നിയന്ത്രണങ്ങളിൽ നിന്ന് ഇറാഖിനെ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മുൻ ഡയറക്ടർ ജനറൽ മുഹമ്മദ് എൽബറാഡി ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് 48 മണിക്കൂർ അന്ത്യശാസനം നൽകിയതിനെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളോട് അടിയന്തരമായി ഇടപെടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അറബിക് ഭാഷയിൽ അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ച വാക്കുകൾ ഇപ്രകാരമാണ്: ദയവായി ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഭ്രാന്തൻ ഈ മേഖലയെ ഒരു തീഗോളമാക്കി മാറ്റുന്നതിന് മുൻപ് നിങ്ങളുടെ കൈവശമുള്ള എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് ഇത് തടയാൻ ശ്രമിക്കുക. ചന്ദ്രനിലേക്കുള്ള ആർടെമിസ് 2 പേടകത്തിലെ യാത്രികർ ചന്ദ്രന്റെ ഫാർ സൈഡിലുള്ള പുതിയ വിവരങ്ങളും ചിത്രങ്ങളും പുറത്തുവിട്ടു. റഷ്യൻ മുന്നേറ്റത്തെ പ്രതിരോധിക്കുന്നതിനിടയിൽ യുക്രൈനിലെ ഒരു മാർക്കറ്റിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. സ്റ്റോം ഡേവ് എന്ന കൊടുങ്കാറ്റ് ബ്രിട്ടനിലെ ഗതാഗത സംവിധാനങ്ങളെ സാരമായി ബാധിച്ചു. കർണാടകയിലെ കുടക് വനമേഖലയിൽ
ട്രക്കിങ്ങിനിടെ കാണാതായ മലയാളി യുവതി ശരണ്യ 4 ദിവസത്തിന് ശേഷം ശരണ്യയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. കർണാടക പോലീസും വനംവകുപ്പും നാട്ടുകാരും ചേർന്നുള്ള വലിയൊരു സംഘമാണ് ശരണ്യയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയത്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നടത്തിയ പ്രത്യേക പരിശോധനകളിൽ ഇതുവരെ 58 കോടി രൂപയുടെ വസ്തുവകകൾ പിടികൂടി. ഇതിൽ ഭൂരിഭാഗവും മയക്കുമരുന്നാണെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരത്ത് കോവളത്തെ UDF സ്ഥാനാർത്ഥി M. വിൻസെന്റിന്റെ തിരഞ്ഞെടുപ്പ് ഓഫീസ് ആക്രമിക്കപ്പെട്ടു. ലാപ്ടോപ്പും പ്രിന്ററും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ തകർക്കപ്പെട്ടതായി പരാതിയുണ്ട്. തൃശൂരിൽ വോട്ടർമാർക്ക് കിറ്റ് വിതരണം ചെയ്തെന്നാരോപിച്ച് BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു.